ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ മസ്ത കാറുകളിലൊക്കെ കണ്ടുവരുന്ന റോട്ടറി എഞ്ചിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ചെറിയൊരു ടെക്നിക്കൽ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. ഇപ്പോൾ റോട്ടറി എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ ഈ റോട്ടറി എഞ്ചിനെ പറ്റി വായിക്കുന്നത് ഒരു വീൽസ് ബുക്ക് എന്നാണ്. ഇപ്പോൾ 2005 കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ പഴയ ബുക്കുകളൊക്കെ വാങ്ങി കളക്ട് ചെയ്തിട്ട് വായിക്കുന്നൊരു ശീലമുണ്ട്. ഇപ്പോൾ ഒരുപാട് ബുക്കിൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ ഞാൻ വായിക്കുന്ന സമയത്ത് ആണ് ഇങ്ങനെ ഈ ഒരു മസ്ത RX 6 or 7 അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇങ്ങനെ വായിക്കുന്നത്. അപ്പോൾ അതിൽ ടൊയോട്ടൻ്റെ ഒരു കാറും അതേപോലെ ഈ മസ്താൻ്റെ RX 7 എങ്ങനെ ഏതൊരു മോഡലായിട്ട് അവർ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിലാണ് ഞാൻ അങ്ങനെ എഞ്ചിൻ്റെ കപ്പാസിറ്റി CC ഒക്കെ നോക്കുന്ന സമയത്താണ് ഞാൻ റോട്ടറി എഞ്ചിൻ എന്നൊരു സംഭവം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ റോട്ടറി എഞ്ചിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകുന്നത്. അതിന് മുമ്പ് ഞാൻ ITയിൽ റോട്ടറി എഞ്ചിനെ കുറിച്ചുള്ളൊരു ബേസിക് ഒരു ഐഡിയ അവർ തന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഫിഗറാണ്, അതിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു റോട്ടറി എഞ്ചിൻ എന്ന സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഡീറ്റെയിൽസ്. അങ്ങനെ ഈ ഒരു ബുക്കിൽ ഇങ്ങനെ റോട്ടറി എഞ്ചിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതിൻ്റെ CC അതേപോലെ അതിൻ്റെ പവറും ടോർക്കൊക്കെ വ്യത്യാസമുണ്ട്. പിസ്റ്റൺ എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ വാഹനത്തിന് RPM ഒക്കെ വളരെ കൂടുതലാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റോട്ടറി എഞ്ചിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് 2005 കാലഘട്ടത്തിലെ ജർമ്മൻ വാഹനങ്ങളും പിന്നെ അതേപോലെ യൂറോപ്യൻ വാഹനങ്ങളെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ജർമ്മൻ വാഹനത്തിലും അതേപോലെ യൂറോപ്യൻ വാഹനങ്ങളിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അമേരിക്കൻ വാഹനങ്ങളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ജപ്പാനീസ് കമ്പനികളിൽ ഞാൻ അങ്ങനെ ജോലി ചെയ്തിട്ടില്ല. ജപ്പാനീസ് കമ്പനി എന്ന് പറയുമ്പോൾ ടൊയോട്ട, മസ്ത, അതേപോലെ ലെക്സസ്, ഇങ്ങനെ കുറേ കമ്പനികളുണ്ട് ജപ്പാനീസ് കാറുകൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു മസ്തേൻ്റെ പറ്റി കൂടുതൽ കാണാനോ അതുപോലെ നേരിട്ട് പഠിക്കാനോ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഞാൻ ഇതിനെക്കുറിച്ച് കുറേ അന്വേഷിച്ചിട്ടുണ്ട്. ഈ വാഹനമൊക്കെ കാണാൻ, ഈ ഒരു എഞ്ചിൻ നേരിട്ട് കാണാൻ ഞാൻ അങ്ങനെ കുറേ കാലമായിട്ട് അന്വേഷിച്ച് നടക്കുകയാണ് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് ഒരു സംഭവമാണ്. എന്നിരുന്നാലും ഒരു കാണാൻ ഒരു കൗതുകം. കാരണം 99% വാഹനങ്ങളും പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പം മസ്ത മാത്രമാണ് ഈ ഒരു റോട്ടറി എഞ്ചിൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ എഞ്ചിൻ ശരിക്കും സക്സസ് ആണ്. കുറേ വർഷമായിട്ട് ഈ ഒരു എഞ്ചിൻ യൂസ് ചെയ്തിട്ടുണ്ട് ഓട്ടോമൊബൈൽ ഫീൽഡിൽ. പിന്നീട് അതിൻ്റെ എമിഷനൊന്നും അവർക്ക് ശരിക്കും അച്ചീവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ആ ഒരു എഞ്ചിൻ പിന്നീട് അവരെ ഒഴിവാക്കിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു എഞ്ചിൻ കാണാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അതേപോലെ ഖത്തർ ഇൻഡസ്ട്രിയിലൊക്കെ ഞാൻ കുറേ കറങ്ങിയിട്ടുണ്ട്. ഖത്തർ അതേപോലെ ഷാർജ, ദുബായിലൊക്കെ കുറേ കറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ അബുദാബിയിൽ പോയ സമയത്ത്, അബുദാബി മുസാഫ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോയ സമയത്ത് അവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട്. ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവിടെ അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് കാണാം. എല്ലാ ദിവസവും ഇങ്ങനെ കാണലുണ്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം വിചാരിച്ച് ഈ ഒരു വർക്ക്ഷോപ്പിനകത്ത് കയറുന്നത് വെറുതെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കയറിയത്. അപ്പോൾ അങ്ങനെ അവിടെ റിസപ്ഷനിൽ സ്റ്റാൻഡിന് മേലെ ഒരു എഞ്ചിൻ കണ്ട്. ഇങ്ങനെ ദൂരെ നിന്ന് കാണുന്ന സമയത്ത് ചെറിയൊരു എഞ്ചിൻ പോലെ എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ച് എന്നിരുന്നാലും ഒന്ന് പോയി കാണാം. ഒരു സ്റ്റാൻഡിൻ്റെ മേലെ ഒരു എഞ്ചിൻ വെക്കണമെങ്കിൽ ഒന്നുമില്ലാതെ അവർ വെക്കൂല. കാരണം അബുദാബിയിൽ മുസാഫയിൽ ഒരു എഞ്ചിൻ മേശ ടേബിളിൻ്റെ മേലെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി നോക്കുന്ന സമയത്ത് നമ്മൾ അന്വേഷിച്ച് കിടന്ന ആ ഒരു എഞ്ചിനാണ്. അത് മസ്തൻ്റെ RX 7 എഞ്ചിനാണെന്ന് തോന്നുന്നു. ആ എഞ്ചിൻ്റെ പേര് B13 അങ്ങനെ എന്താ പേരാണ് എഞ്ചിനെ ശരിക്കും എനിക്ക് ഓർമ്മ. ദുബായിൽ ഇങ്ങനെ ഫോർഡിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സീനിയർ മെക്കാനിക്കായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട്, ഒരു കർണാടകക്കാരൻ സീനിയർ മെക്കാനിക്കാണ്. അപ്പോൾ ആ ചേട്ടനായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട സമയത്ത് ആ ഒരു വ്യക്തി മസ്തയിൽ പണിയെടുത്ത ആളാണ്. ആ ഒരു വ്യക്തി റോട്ടറി എഞ്ചിൻ ഡയഗ്നോസ് ചെയ്യുകയും റിപ്പയർ ചെയ്യുക, മിസ്ഫയറൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നൊരു ചേട്ടനാണ്. അങ്ങനെ ഞാൻ മൂപ്പരുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് ഈ എഞ്ചിനെ കുറിച്ചിട്ട്. അങ്ങനെ ഞാൻ അത് ചോദിച്ചപ്പോൾ സമയത്ത് മൂപ്പരനെ അങ്ങനെ നോക്കി. കാരണം ആ എഞ്ചിനെ കുറിച്ച് ആ വർക്ക്ഷോപ്പിൽ ഇതുവരെ ആരും മൂപ്പരുടെ അടുത്ത് അന്വേഷിച്ചിട്ടില്ല. ഞാൻ മാത്രം അങ്ങനെ മൂപ്പരോട് ഇങ്ങനെ അന്വേഷിച്ച് ആ എഞ്ചിനെ കുറിച്ച് കൂടുതലായിട്ട്, കാരണം അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൂപ്പറിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. മൂപ്പര് കുറേ വർഷം മസ്തയിൽ ജോലി ചെയ്ത ഒരു സീനിയർ മെക്കാനിക്കാണ് റോട്ടറി എഞ്ചിൻ്റെ. അങ്ങനെ ഈ അടുത്ത കാലത്ത് നമ്മളിങ്ങനെ റോട്ടറി എഞ്ചിൻ കണ്ട് ഇങ്ങനെ അബുദാബിയിൽ മുസാഫയിൽ വെച്ചിട്ടാണ് നമ്മൾ എഞ്ചിൻ കാണുന്നത്. അങ്ങനെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സംഭവം വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. എന്താ പറയുക, പിസ്റ്റൺ ടൈപ്പ് എഞ്ചിനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളാണ്. അതിൽ വാൽവോ ക്യാം ഷാഫ്റ്റോ ടൈമിങ്ങോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് സംഭവം. അതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ വളരെ ഈസിയാണ് ശരിക്കും. പക്ഷേ ആ എഞ്ചിന് ലൈഫ് ലേശം കുറവാണെന്ന് തോന്നുന്നത് പിസ്റ്റൺ ടൈപ്പ് എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടും അതുപോലെ കംപ്രഷൻ വീക്കായി പോവുക, കംപ്രഷൻ ലീക്കാവുക, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ആ എഞ്ചിനുണ്ട്. എന്നിരുന്നാലും മസ്ത ശരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ടെർബോ ചാർജറൊക്കെ വരുന്നുണ്ട്. ടെർബോ ചാർജറുള്ള മോഡലുണ്ട്, ടെർബോ ചാർജർ ഇല്ലാത്ത മോഡലുണ്ട്. നല്ല പെർഫോമൻസാണ് ഒരു എഞ്ചിന്. ശരിക്കും ആക്സിലറേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാണ് അതിൻ്റെ എഞ്ചിൻ കടന്ന് കറങ്ങുക. പിസ്റ്റൺ ടൈപ്പ് എഞ്ചിനെ പോലെ നല്ല പിസ്റ്റൺ ടൈപ്പ് എഞ്ചിന് വൈബ്രേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ടാണ് നമുക്ക് പവർ ഡെലിവറി കിട്ടുന്നത്. നേരിട്ട് കാണാം. അത് ശരിക്കും എന്താ പറയുക, ശരിക്കും അത്ഭുതമാണ്.
അതേപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. അത് എവിടെയും കാണാൻ കിട്ടാറില്ല. ഇന്ത്യയിലൊക്കെ ഈ എൻജിൻ ഈ വാഹനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ നിന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. RX-7 എന്ന് പറയുമ്പോൾ അതേപോലെ ഒരു സ്റ്റോറി ഉണ്ട് അതേപോലെ ഈ ഒരു വാഹനമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സ്റ്റോറി ഞാൻ ഇവിടെ പറയാം. 70 കാലഘട്ടത്തിലോട്ടോ, 75 കാലഘട്ടത്തിലേക്ക് മസ്ത റോട്ടറി എൻജിൻ ഭയങ്കര ഹിറ്റാണ്. ആ സമയത്താണ് ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം ഇവിടെ. അപ്പോൾ നമ്മൾ അറിയുന്നൊരു ചേട്ടനുണ്ട് ഇനി. അപ്പോൾ ആ ചേട്ടൻ നമ്മുടെ ആശാനാണ്. അപ്പോൾ ആ സമയത്ത് മസ്ത അവിടെ ഉണ്ട് ഗൾഫിൽ. മസ്തൻ്റെ അന്ന് ആ ഒരു പണ്ട് കാലത്തൊക്കെ മസ്ത എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. ഇവിടെ ഓട്ടോമൊബൈൽ വാഹനങ്ങൾ വളരെ കുറവാണ് ഈ ഒരു ഗൾഫ് കൺട്രികളിൽ. അന്ന് ഫെറാറി ലംബോർഗിനി എത്തിയിട്ടില്ല. ആ സമയത്ത് മസ്ത എന്ന് പറയുമ്പം അവനാണ് ഇവിടുത്തെ പുലി ഗൾഫ് രാജ്യങ്ങളിലെ. അങ്ങനെ ഈ ഒരു മസ്തൻ്റെ റോട്ടറി എൻജിനുള്ള ഈ ഒരു മസ്തൻ്റെ ഒരു പുതിയ മോഡൽ വണ്ടി ഇങ്ങനെ ഷോറൂമിൽ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ച സമയത്ത് ആ ഒരു ഓണറെ പയ്യൻ വന്നിട്ട് പയ്യൻ ആ വഴിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ വണ്ടി കണ്ട് ഇങ്ങനെ ഷോറൂമിൽ ഒരു പുതിയൊരു വണ്ടി. അപ്പോൾ അവന് കണ്ടപ്പോൾ അവൻ പറഞ്ഞ് ഈ വണ്ടി എനിക്ക് വേണം, ഇത് ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവൻ അപ്പം തന്നെ എടുത്ത് കൊണ്ടുപോകാൻ വണ്ടി. അങ്ങനെ ഒരു കഥ മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു തന്ന കഥയാണ്. ശരിക്കും അത് റിയൽ കഥകളാട്ടോ. കാരണം ആ വണ്ടി കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. ആ പഴയ മോഡൽ വണ്ടികളൊക്കെ, അതും റോട്ടറി എൻജിനാണ്. അന്ന് റോട്ടറി എൻജിൻ ഉള്ള ആകെ മസ്ത മാത്രമേ ഉള്ളൂ. വേറെ കമ്പനികൾക്കൊന്നും റോട്ടറി എൻജിൻ ഇല്ല. കാരണം ഇത് ഈ ഒരു വാഹനത്തിന് ഫെറാറിനെക്കാട്ടും പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് പണ്ട് കാലത്ത്. പിന്നീടാണ് പല മോഡൽ വാഹനങ്ങളൊക്കെ വന്നപ്പം ഈ ഒരു വാഹനം ഔട്ടാവുകയും അതേപോലെ ഇതിൻ്റെ എമിഷൻ സ്റ്റാൻഡേർഡ് അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിയാതെയൊക്കെയാണ് ഈ ഒരു എൻജിൻ ഔട്ടായത്. ഇനി അവർ ഇതിൻ്റെ പുതിയ ജനറേഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഈ ഒരു പയ്യൻ അപ്പം തന്നെ ഷോറൂമിൽ നിന്ന് ഈ ഒരു വാഹനം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊണ്ടുപോവാണ് മൂപ്പർ. കാരണം ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അത്രയും ഇമ്പ്രഷനാണ് ഈ ഒരു വാഹനത്തിന്, അതേപോലെ ഇതിൻ്റെ പെർഫോമൻസും. അങ്ങനെ ആ പയ്യൻ ദുബായ് അലൈൻ റോട്ടിലൊക്കെ നല്ലോണം പിടയ്ക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അമ്മാതിരി സ്പീഡിലാണ് പണ്ട് കാലങ്ങളിൽ ഇവിടെ ആൾക്കാർ വാഹനം ഓടിച്ചിരുന്നത്. പിന്നീടാണ് ഇവിടെ ഒരുപാട് ക്യാമറ റഡാറൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ ദുബായിലൊക്കെ. കാരണം അവർ എന്താ പറയുക, വാഹനത്തിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. എൻജിൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ RX-100 ബൈക്കുണ്ട്. RX-100 ബൈക്കിൻ്റെ പെർഫോമൻസ് പോലെ ഉണ്ടാവും ഈ ഒരു മസ്ത കാറിൻ്റെ ആ പെർഫോമൻസ്. കാരണം ഈ 2 സ്ട്രോക്ക് എൻജിനായിട്ട് ചെറിയൊരു സാമ്യമൊക്കെ ഉണ്ട് ശരിക്കും ഈ ഒരു റോട്ടറി എൻജിൻ കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു RX-100ൻ്റെ എൻജിനും പവർ കൂടുതലാണ്. 2 സ്ട്രോക്ക് എൻജിൻ അതിനെക്കൊണ്ട് എൻജിൻ്റെ ഓരോ കറക്കത്തിലും അതിൽ പവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലത്തെ ഒരു സിസ്റ്റം ഇതിലും വരുന്നുണ്ട് ഈ ഒരു റോട്ടറി എൻജിന്. പെട്ടെന്ന് ഈ ഒരു എൻജിൻ അവർ എൻജിൻ സ്റ്റാൻഡിന് മേലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ് കണ്ടീഷനാണ് ഈ ഒരു എൻജിൻ. ഒരു ഡിസ്പ്ലേക്ക് ഉണ്ടാക്കി വെച്ചൊരു സംഭവമാണ്. ഇതാണ് മസ്തൻ്റെ വിഖ്യാതമായ റോട്ടറി എൻജിൻ. നമ്മൾ കുറേ കാലമായിട്ട് അന്വേഷിച്ച് നടന്ന ഒരു എൻജിനാണ് ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു എൻജിൻ അവർ സ്റ്റാൻഡിൻ്റെ മേലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നേർക്കൊരു വാഹനത്തിൽ നിന്ന് ഊരിയെടുത്ത എൻജിനാണ്. റണ്ണിങ് കണ്ടീഷനുള്ള എൻജിനാണ്. ഇതിന് റേഡിയേറ്റർ, അതേപോലെ ECM, ഫ്യൂവൽ ടാങ്ക്, ബാറ്ററി, ഇഗ്നിഷൻ കീ, വയറിങ് എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ മേലുണ്ട്. നമ്മൾ സ്റ്റാർട്ടാക്കാൻ വേണമെച്ചാൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ സംഭവമാണ് റോട്ടറി എൻജിൻ എന്ന് പറയുന്നത്. സംഭവം വളരെ സിമ്പിളും എന്താ പറയുക പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയാണ്. എന്താ പറയുക വളരെ സിമ്പിളായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ ഫ്യൂവൽ, ഇഗ്നീഷൻ, എന്താ പറയുക സ്പാർക്ക് കൺട്രോളിങ് മൊഡ്യൂൾ, അതേപോലെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ മൊഡ്യൂളുകൾ, സംഭവങ്ങൾ, ഫ്യൂവൽ ടാങ്കൊക്കെ ഇവിടെ കാണുന്നത്. ഇവിടെ ബാറ്ററി ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ മേലെ ഒരു ഫിറ്റ് ചെയ്ത്. ഈ ഒരു എൻജിൻ്റെ പേര് 13B എന്നാട്ടോ. അപ്പോൾ 13 എന്ന് പറയുമ്പോൾ അത് 1300 cc ആണ്. അതേപോലെ അത് 235 bhp പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എൻജിൻ ടർബോ ചാർജർ എൻജിനാണ്. പക്ഷേ ടർബോ അവർ ഫിറ്റ് ചെയ്തിട്ടില്ല, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ വലിയൊരു ഇൻടേക്ക് മാനിഫോൾഡ്, എക്സോസ്റ്റ് മാനിഫോൾഡൊക്കെ കാണാം. ഇത് അടുത്തടുത്താണ് വരുന്നത് ഇൻടേക്ക് മാനിഫോൾഡ്, എക്സോസ്റ്റ് മാനിഫോൾഡൊക്കെ. കാരണം അതിൻ്റെ റോട്ടറും അതിൻ്റെ എൻജിൻ്റെ അകത്തുള്ള ഡിസൈനിങ് അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഓസ്, അതേപോലെ ഫ്യൂവലിൻ്റെ ഇഞ്ചക്ടർ, എന്താ പറയുക O2 സെൻസർ, ഇത്തരം സംഭവങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ അതേപോലെ എൻജിന് തീരെ ഹൈറ്റ് ഒന്നുമില്ല, ചെറിയൊരു എൻജിനാണ് ശരിക്കും ഇത്. ഈ ഒരു ഇൻടേക്ക് മാനിഫോൾഡ് പൊങ്ങി നിൽക്കുന്നതിനെ കൊണ്ട് ഇത് വലിയൊരു എൻജിനായിട്ട് നമുക്ക് തോന്നുകയാണ്. അതേപോലെ അതിന് എൻജിൻ ഓയിൽ ഒഴിക്കുന്ന ക്യാപ്പ്, അതേപോലെ അതിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ ഹൗസിങ്, റേഡിയേറ്ററിൻ്റെ അപ്രോസൊക്കെ കാണാം. ഇൻടേക്ക് മാനിഫോൾഡ് അവിടെ കാണാം. പെട്രോൾ വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള നീളം കൂടിയിട്ടുള്ള ഇൻടേക്ക് മാനിഫോൾഡ് കാണാം. അത് ശരിക്കും എൻജിനകത്തേക്ക് ശരിക്കും എയർ ആ വോളിയത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് അവർ. അതേപോലെ ഇതിന് ഈ ഒരു എൻജിനിൽ 2 റോട്ടറാണ് വരുന്നത്. 2 റോട്ടർ എന്ന് പറയുമ്പോൾ എന്താ പറയുക 2 ഇല്ലറ്റ് മാനിഫോൾഡ്, 2 എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ടാവും. ഇപ്പോൾ ഒരു റോട്ടറിൽ തന്നെ 3 കമ്പസ്റ്റൻ ചേമ്പറൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇവിടെ അതിൻ്റെ ഫ്യൂവൽ റെയിലൊക്കെ കാണാം. അതിന് 2 ഫ്യൂവൽ ഇഞ്ചക്ടറാണ് വരുന്നത് ഈ 2 റോട്ടറിലേക്ക് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ 2 എക്സോസ്റ്റ് മാനിഫോൾഡൊക്കെ ഇവിടെ കാണാം.
അപ്പുറത്തെ സൈഡിൽ ശരിക്കും ഇതിന് ഇഗ്നീഷൻ കോയിലൊക്കെ വരുന്നത്. കമ്പസ്റ്റൻ ചേമ്പർ അപ്പുറത്തെ സൈഡിലാണ് വരുന്നത്. ഈ സൈഡിലാണ് ഇതിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡും എക്സോസ്റ്റ് ചാമ്പറും അതേപോലെ ഇതിൻ്റെ ഇൻടേക്ക് ചാമ്പറും വരുന്നത് ഈ ഒരു സൈഡിലാണ്. അതുകൊണ്ടാണ് ഈ സൈഡിൽ ഇത് രണ്ടെണ്ണം അവർ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഫിൽറ്റർ, ഫ്യൂവലിൻ്റെ ഫിൽറ്റർ, അതേപോലെ ഇത്തരം സംഭവങ്ങളോടെ കാണാം. ഇതിന് എഞ്ചിന് തീരെ ഹൈറ്റ് ഇല്ല കേട്ടോ. ഈ ഒരു ക്ലച്ച് ഹൗസിങ്ങിൻ്റെ ഹൈറ്റ് മാത്രമേ ഉള്ളൂ അറിയാം എഞ്ചിന്. ഇവിടെ ക്ലച്ചിൻ്റെ ഹൗസിങ് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിൻ ഫിറ്റ് ചെയ്യാൻ വളരെ കുറച്ച് സ്ഥലം മതി. പക്ഷെ ഇത്രയും ചെറിയ എഞ്ചിൻ ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ വെയിറ്റ് ടു പവർ റേഷ്യോ ഇതിന് വളരെ കൂടുതൽ. ഈ ഒരു എഞ്ചിൻ 115 കിലോ ആണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ്. ഇതിൻ്റെ ആൾട്ടർനേറ്റർ, സ്റ്റാർട്ടിംഗ് മോട്ടർ എല്ലാം കൂടെ 115 കിലോ വരുന്നത്. പക്ഷേ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 235 bhp മേലെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു എഞ്ചിൻ. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം വെയിറ്റ് ടു പവർ റേഷ്യോ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു എഞ്ചിൻ, ഈ ഒരു വാഹനം ഇത്ര പവർഫുൾ വാഹനമായി മാറാനുള്ള കാരണം. ഈ ഒരു സൈഡിൽ ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് കാണാം. ഈ ഒരു ആൾട്ടർനേറ്ററിൻ്റെ ബാക്ക് ലൈറ്റ് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് വരുന്നുണ്ട്. ഒരു റോട്ടറിന് 2 സ്പാർക്ക് പ്ലഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ടോട്ടൽ 4 സ്പാർക്ക് പ്ലഗും 4 ഇഗ്നീഷൻ കോയിലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ കമ്പസ്റ്റൻ ചാമ്പറൊക്കെ വരുന്നത്. ആൾട്ടർനേറ്ററിൻ്റെ ബാക്ക് ലൈറ്റ് ഇവിടുന്ന് കാണാം. ആ ഒരു ഇഗ്നീഷൻ കോയിലൊക്കെ അവിടെ കാണാം. ആൾട്ടർനേറ്ററിൻ്റെ ബാക്ക് ലൈറ്റ് സംഭവം തികച്ചും ഡിഫറെൻ്റ് കേട്ടോ. ഈ സാധാരണ ഈ 4 സിലിണ്ടർ ഈ പിസ്റ്റൺ ടൈപ്പ് എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് തികച്ചും ഡിഫറെൻ്റാണ്. വളരെ ചെറിയൊരു സംഭവമാണിത്. അതേപോലെ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ്, എക്സോസ്റ്റ് മാനിഫോൾഡൊക്കെ വരുന്നത്. താഴെ ഇതിൻ്റെ ചെറിയൊരു സമ്പൊക്കെ കാണാം. എഞ്ചിൻ ഓയിലിൻ്റെ സമ്പ്, ഡ്രെയിൻ പ്ലഗ് ഇവിടെ കാണാം. അതേപോലെ ഇതിൻ്റെ റോട്ടറിൻ്റെ ഭാഗം ഇവിടെ കാണാം. ഈ ഒരു എക്സോസ്റ്റ് മാനിഫോൾഡ് ഈ ഒരു ചുവപ്പ് കളറിൽ കാണുന്ന ഇതിൻ്റെ അകത്താണ് റോട്ടറുള്ളത്. ഇതിൻ്റെ അകത്തും ഇതേപോലെ 2 റോട്ടറാണ് ഈ ഒരു എഞ്ചിനുള്ളത്. അതിൻ്റെ നടുവിലുള്ള ഇതിൻ്റെ ഒരു ബാരിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഇതിൻ്റെ നടുവിലുള്ളത്. അതേപോലെ ഇതിൻ്റെ ഈ 2 റോട്ടർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലെങ്ത്തിലുള്ള ബോൾട്ടൊക്കെ ഇവിടെ കാണാം. ഇത് മാനുഫാക്ചറിങ് ചെയ്യാൻ ലേശം ഒരു ടഫ് ഉണ്ടാകും മാനുഫാക്ചറിങ് ചെയ്തെടുക്കുക. അതേപോലെ ഇതിൻ്റെ കംപ്രഷൻ ലീക്ക് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ എഞ്ചിന്. അതുകൂടാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു എഞ്ചിൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന് ഹൈ പവർ ടർബോ ചാർജറും അതേപോലെ റോട്ടറൊക്കെ മോഡിഫൈ ചെയ്തിട്ട് കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എഞ്ചിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് നേരിട്ടൊന്ന് കാണട്ടോ. അപ്പോൾ ഈ ഒരു എഞ്ചിൻ നടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനാട്ടോ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കാണുന്ന സംഭവമാണ് ഇതിൻ്റെ റോട്ടർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ ഒരു എഞ്ചിന് 2 റോട്ടറുകൾ. അതേപോലെ ഇതിൻ്റെ പുറത്ത് കാണുന്ന ഇതിൻ്റെ കേസാണ്. ഇതിനകത്ത് കൂടിയാണ് കൂളൻ്റൊക്കെ സർക്കുലേറ്റ് ചെയ്യട്ടോ. അതേപോലെ ഇതിനൊരു ക്രാങ്ക് മെക്കാനിക്സ് ഒക്കെ ഉണ്ട്. ഇതിനൊരു റൊട്ടേറ്റ് ചെയ്യാത്ത ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മെക്കാനിക്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ ഇതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ് ഇവിടെ കാണാം. ഇതിൻ്റെ അകത്താണ് എയർ ഫ്യൂൽ മിക്സ്ചർ ഒന്ന് കയറുക. അതേപോലെ ഈ റോട്ടർ കറങ്ങുന്ന സമയത്ത് ഈ ഒരു എയറും ഫ്യൂലും കയറിയിട്ടുള്ളൊരു ഭാഗം കറങ്ങിയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരും. ഇവിടെ എത്തുമ്പോഴാണ് ഈ ഒരു സ്പാർക്ക് പ്ലഗ് ഇത് കത്തുക. സ്പാർക്ക് വരുന്ന സമയത്ത് ഇത് കത്തി കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഈ ഒരു കത്തിയ പുക ഈ ഒരു ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോവുക ചെയ്യുക. അപ്പോൾ ഈ റോട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യുക. ഇപ്പോൾ ഒരു വശത്ത് പുക പുറത്തേക്ക് പോകുന്ന സമയത്ത് മറ്റേ വശത്ത് നല്ല എയറും പെട്രോളും മിക്സർ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ചെയ്യുക. ഫ്യൂല് കത്തുന്നത്, അതേപോലെ കത്തിയത് പുറത്തേക്ക് പോകുന്നത്, എക്സോസ്റ്റ് വഴി പുറത്തേക്ക് പോകുന്നത്, പുതിയ എയർ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഈ ഒരു റോട്ടറിൻ്റെ 3 വശത്തും കമ്പസ്റ്റൻ ചാമ്പർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓരോ കറക്കത്തിലും ഇതിനും ഓരോ പവർ. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഇവിടെ ഒരു റോട്ടറാട്ടോ കാണുന്നത്. ഇതേപോലത്തെ ഒരു റോട്ടർ ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ 2 റോട്ടറുള്ള ഒരു സെഗ്മെൻറ്റാണ് നമ്മളിവിടെ കാണിച്ച ഈ ഒരു എൻജിൻ. അങ്ങനെ ഈ ഒരു 2 റോട്ടറിൻ്റെ അകത്തും ഈ 2 റോട്ടറിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പാർക്ക് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു റോട്ടർ കറങ്ങുന്നത്. ഈ റോട്ടർ കറങ്ങുന്ന സമയത്ത് വളരെ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ.